ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലോക്കൽ എക്സ്ട്രീമാസിന്റെ ഡെഫിനേഷൻ പറഞ്ഞല്ലോ. അതിനുശേഷമുള്ള രണ്ട് റിമാർക്കാണ്. അപ്പോൾ അതിനുശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ മാക്സിമത്തിലെ മാക്സിമം ആണ് ആബ്സല്യൂട്ട് മാക്സിമം, ലോക്കൽ മിനിമത്തിലെ മിനിമം ആണ്. ലോക്കൽ മിനിമംസ് എല്ലാം എടുക്കുക, അതിലെ മിനിമം ആണ്, ഏറ്റവും മിനിമം ആണ് ആബ്സല്യൂട്ട് മിനിമം. വേറൊരു കാര്യം റിമാർക്ക് പറയാനുള്ളതാണ്, രണ്ട് എൻഡ് പോയിന്റ്സ് ഇവിടെ എയും ബിയും രണ്ട് എൻഡ് പോയിന്റ്സ് എപ്പോഴും ഏതെങ്കിലും ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും. ഒന്നില്ലെങ്കിൽ ആ എൻഡ് പോയിന്റിൽ ലോക്കൽ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ ആ എൻഡ് പോയിന്റിൽ ലോക്കൽ മാക്സിമം ആയിരിക്കും. ആ രണ്ട് എൻഡ് പോയിന്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഹാഫ് ഓപ്പൺ ഇന്റർവെൽസ് എടുത്താൽ ആ ലൊക്കാലിറ്റിയിൽ അവർ ഒരുപക്ഷെ ലോക്കൽ മാക്സിമം ആയിരിക്കും, ഒരുപക്ഷെ ലോക്കൽ മിനിമം ആയിരിക്കും. ഇപ്പം ഇവിടെ രണ്ട് എൻഡ് പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഹാഫ് ഓപ്പൺ ഇന്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനെ റൈസ് ചെയ്ത് പോകുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ലോക്കൽ മിനിമമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ചെറിയ ലൊക്കാലിറ്റി, ഇതിൻ്റെ നൈബർഹുഡ് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഗ്രാഫ് താഴ്ന്ന് ബിയിലെത്തുമ്പോൾ ഏറ്റവും താഴ്ന്നു നിൽക്കുക. അപ്പോൾ അവിടെയും ഒരു ലോക്കൽ മിനിമമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എടുത്താലും എൻഡ് പോയിന്റ്സിൽ ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആദ്യം പറയുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ മാക്സിമത്തിലെ ഏറ്റവും മാക്സിമമാണ് ആബ്സല്യൂട്ട് മാക്സിമം, ആൻഡ് ലോക്കൽ മിനിമത്തിലെ ഏറ്റവും മിനിമമാണ് ആബ്സല്യൂട്ട് മിനിമം. അതാണ് ഈ രണ്ട് റിമാർക്കിലായിട്ട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. നോക്കി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ്. രണ്ട് ഗ്രാഫ് ഇതിൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് സൈൻ എക്സിൻ്റെ ഒന്ന് കോസ് എക്സിൻ്റെയാണ്. അത് നമുക്ക് കോസ് എക്സിൻ്റെ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് -π/2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എവിടെയാണെന്ന് നോക്കാം. ഇതിന് മാക്സിമം വാല്യൂ വരുന്നത് ഇവിടെയാണ് അല്ലേ, അതായത് സീറോയിൽ ഏതാ മാക്സിമം വാല്യൂ 1 ആണ് വരുന്നത്. അപ്പോൾ വിച്ച് ഹാസ് മാക്സിമം വാല്യൂ 1 അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. ഇനി മിനിമം വാല്യൂ വരുന്നതോ, മിനിമം വാല്യൂ വരുന്നത് 0 ആണ്. അത് രണ്ട് പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. -π/2 വരുന്നുണ്ട് മിനിമം, π/2 വരുന്നുണ്ട് മിനിമം. അപ്പോൾ മാക്സിമം വാല്യൂ 1 ആൻഡ് മിനിമം വാല്യൂ 0 ട്വൈസ് രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ഈ സെയിം ഇൻ്റർവെല്ലിൽ തന്നെ -π/2 എന്നുള്ള ഇൻ്റർവെല്ലിൽ സൈൻ എക്സിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് കേട്ടോ. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂസും ഇൻക്ലൂഡഡ് ആയിരുന്നു. സൈൻ എക്സിൻ്റെ ഇതിലും കണ്ടോ, ഇവിടെ ഡാർക്കൻ ചെയ്ത് വരച്ചിരിക്കുന്നത് ആ രണ്ട് വാല്യൂസ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് അവിടെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആവും, ഓപ്പൺ ഇൻ്റർവെല്ലാണെങ്കിൽ അവിടെ ഹോൾ ഇടണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിന് മാക്സിമം വാല്യൂ വരുന്നത് ഈ പോയിന്റിലാണ്, π/2 1 ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. മിനിമം വാല്യൂ വരുന്നത് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് -1 -π/2 ആ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവിടെ മാക്സിമം ഉണ്ട് മിനിമം ഉണ്ട്. ഇതിന് പകരം ഇത് ഓപ്പൺ ഇൻ്റർവെൽ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആ എക്സാമ്പിളിൽ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഒരു തിയറാണ്, ഫെർമാ തിയറം. ഫെർമാ തിയറം എന്താ പറയുന്നതെന്ന് നോക്കാം. If f has a local maximum or minimum value at an interior point C of its domain and f dash is defined at C, then f dash of C equal to 0. ഓക്കെ, നമുക്ക് എവിടെയൊക്കെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതിന് ഒരു ക്ലൂ തരുന്ന ഒരു തിയറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ മിനിമം വാല്യൂ അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് സി ഓഫ് ഇറ്റ്സ് ഡൊമൈനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ഇന്റീരിയർ പോയിന്റിൽ, ഇന്റീരിയർ പോയിന്റ് എന്ന് വെച്ചാൽ ഡൊമൈനകത്തെ പോയിന്റ് എന്നാണ് അതിന്റെ മീനിങ്. ഡൊമൈനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ മാക്സിമോ മിനിമോ ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0, ആ ഡെറിവേറ്റീവ് അവിടെ 0 ആയിരിക്കും എന്നുള്ളതാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡ് പോയിന്റിൽ എന്തായാലും ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡൊമൈനിന്റെ അകത്തുള്ള ഏതെങ്കിലും പോയിന്റ്സിൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ട് എങ്കിൽ ആ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. രണ്ട് എൻഡ് പോയിന്റിൽ എന്തായാലും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ട്,
കൂടാതെ എവിടെയൊക്കെയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്നുള്ളതും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എവിടെയൊക്കെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എവിടെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ വരാം? 2 പോസിബിലിറ്റിയാണുള്ളത്. 1, 2 എൻഡ് പോയിന്റ്സിൽ വരാം. 2, എവിടെയൊക്കെയാണോ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്നത് ആ പോയിന്റ്സിലൊക്കെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാം. ആ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് നമ്മളോട് തീരത്തിൽ പറയുന്നത്. ഈ തീരത്തിൽ നിന്നാണ് ഫെർമാ തീരത്തിൽ നിന്നാണ് നമുക്ക് ആ രണ്ടാമത്തെ കാര്യം കൂടി കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമുക്കതിൻ്റെ പ്രൂഫ് തന്നിട്ടുണ്ട്. പ്രൂഫ് നോക്കണം. ഇനി എന്തുകൊണ്ടായിരിക്കും അവിടെ അതിൻ്റെ ജോമെട്രി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്ലോപ്പ് വരച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് നോക്കിയാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലോപ്പാണ് നമുക്ക് കിട്ടുക. ഈക്വൽ ടു 0 എന്ന് വരുന്ന രീതിയിലുള്ള സ്ലോപ്പാണ് നമുക്ക് കിട്ടുക. നമുക്കറിയാം സ്ലോപ്പ് dy/dx ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഈ സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ലോക്കൽ മിനിമത്തിൻ്റെ കേസിലായാലും അതെ, ഈ സ്ലോപ്പ് എടുക്കുമ്പോൾ അത് 0 ആയിരിക്കും. സ്ലോപ്പ് 0 ആയതുകൊണ്ട് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 0 ആയതുകൊണ്ട് ടാൻജൻറ്റിൻ്റെ ആ സ്ലോപ്പിനെയാണ് dy/dx നമ്മൾ പറയുന്നത്. മിനിമത്തിലും ഈ സെയിം കേസ് തന്നെ വരും. അപ്പോൾ അവിടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് ലോക്കൽ എക്സ്ട്രീമാസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്നിടത്ത് ലോക്കൽ മാക്സിമമോ ലോക്കൽ മിനിമമോ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് തിയറത്തിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് 0 അറ്റ് എ ലോക്കൽ എക്സ്ട്രീമം വി ഫസ്റ്റ് ഷോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി കനോട്ട് ബി പോസിറ്റീവ് ആൻഡ് സെക്കൻഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിന് പോസിറ്റീവ് ആവാനും പറ്റില്ല, ഫസ്റ്റ് ഡെറിവേറ്റീവിന് നെഗറ്റീവ് ആവാനും പറ്റില്ല. ഒരു നമ്പറിന് പോസിറ്റീവ് ആവാനും പറ്റില്ല, നെഗറ്റീവ് ആവാനും പറ്റില്ല എങ്കിൽ പിന്നെ അത് ആരായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. ദ ഓൺലി നമ്പർ ദാറ്റ് ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ഈസ് 0 അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. സോ ദാറ്റ് വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സി സോ ദാറ്റ് ഈസ് വാട്ട് എഫ് ഡാഷ് ഓഫ് സി മസ്റ്റ് ബി 0. അപ്പോൾ അത് പോസിറ്റീവ് ആവില്ല നെഗറ്റീവ് ആവില്ല എന്നുള്ളത് എങ്ങനെ കാണിക്കാൻ നോക്കാം. ടു ബിഗിൻ, സപ്പോസ് ദാറ്റ് എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു സി. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എക്സ് ഈക്വൽ ടു സിയിൽ ഒരു ലോക്കൽ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മിനിമം വെച്ചും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റിൽ അത് മാക്സിമം വെച്ച് പറഞ്ഞു പോയിരിക്കുന്നു. സെയിം തന്നെ മിനിമം വെച്ച് ചെയ്യാം. നമ്മൾ ആർബിട്രറി ആയിട്ട് മാക്സിമം എന്നുള്ളത് സെലക്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എക്സ് ഈക്വൽ ടു സിയിൽ ഒരു മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമൈൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു ലൈനും കൂടി എഴുതിക്കോ. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. അത് കഴിഞ്ഞ് എഫ് ഓഫ് സിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് നിയർ ടു സി. ഡൊമൈനിലല്ല, നിയർ ടു സി. നിയർ ടു സി എന്ന് പറഞ്ഞാൽ ആ നൈബർഹുഡിൽ, ലോക്കൽ മാക്സിമം അല്ലേ? അപ്പോൾ ആ നൈബർഹുഡിൽ നിയർ ടു സി ആയിട്ടുള്ള എല്ലാ എക്സുകൾക്കും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അത് ഞാൻ പറഞ്ഞല്ലോ, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി എന്നുള്ളതിൽ നിന്നാണ് ഈ ഇൻഇക്വാളിറ്റി കിട്ടിയിരുന്നത്. ഇനി സിൻസ് സി ഈസ് എൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് എഫ്സ് ഡൊമൈൻ, എഫ് ഡാഷ് ഓഫ് സി ഈസ് ഡിഫൈൻഡ് ബൈ ദ ലിമിറ്റ്. നമുക്കറിയാം ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുലയാണിത്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡ് ബൈ എക്സ് മൈനസ് സി എന്നുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോർമുലയാണ്. ദിസ് മീൻസ് ദാറ്റ് ദ റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്സ് എക്സിസ്റ്റ് ബോത്ത് അറ്റ് എക്സ് ഈക്വൽ ടു സി ആൻഡ് ഈക്വൽസ് എഫ് ഡാഷ് ഓഫ് സി. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫോർമുലയാണിത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യുകയും ഈ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈ വാല്യൂവിനോട് ഈക്വൽ ആവുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് റൈറ്റ് ലിമിറ്റ് ആൻഡ് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, സിയുടെ റൈറ്റിലേക്കുള്ള പോയിന്റ് ആണ് നമ്മൾ എക്സ് മൈനസ് സി ആയിട്ട് എടുത്തിരിക്കുന്നത്. അല്ല, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ കോഷ്യന്റിൽ ഡിവിഷനിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയാൽ തന്നെ ഉത്തരം നെഗറ്റീവ് ആവും. അപ്പോൾ എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 ആണ്,
എക്സിൻ്റെ റൈറ്റിലേക്കുള്ള പോയിന്റാണ് നമ്മൾ സിയുടെ റൈറ്റിലേക്കുള്ള പോയിന്റാണ് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷേ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി നെഗറ്റീവ് ആയിരിക്കും. നമ്മളൊക്കെ അത് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവാണ്, അടിയിലുള്ളത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ ടോട്ടൽ ലിമിറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ലെഫ്റ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എക്സിലിൻ്റെ പോയിന്റ് എല്ലാം ഇതിൻ്റെ ലെഫ്റ്റിൽ, സിയുടെ ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ്സ് സിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ സിയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി സിയുടെ റൈറ്റിലായാലും ലെഫ്റ്റിലായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. അവിടെ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എക്സ് മൈനസ് സിയുടെ വാല്യൂ സിയുടെ ലെഫ്റ്റിലേക്ക് എക്സ് വരുമ്പോൾ സിയുടെ ലെഫ്റ്റിലായിരിക്കും എക്സ് എന്നുള്ളതുകൊണ്ട് എക്സ് മൈനസ് സിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതും ലെസ് ദാൻ 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഇതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നെഗറ്റീവ് ഡിവിഷൻ നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് വരും. ലിമിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് പോസിറ്റീവ് വരും. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി ആദ്യത്തെ ഇക്വേഷനിൽ നോക്കി, ഫസ്റ്റ് ഇക്വേഷനിൽ എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷനിൽ എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ ഒരേ ഒരു പോസിബിലിറ്റി എന്താ? അത് ഈക്വൽ ടു 0 ആവാനേ പറ്റുള്ളൂ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 അല്ലേ. സംതിങ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സംതിങ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ടുഗദർ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരാവുന്ന ഒരേ ഒരു പോസിബിലിറ്റി എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നുള്ളതാണ്. This proves the theorem for local maximum values. അതായത് ഇപ്പോൾ എവിടെയൊക്കെ മാക്സിമോ മിനിമോ, ഇപ്പോൾ നമ്മൾ മാക്സിമം വെച്ചിട്ടാണ് ചെയ്തത്, മിനിമം വെച്ചിട്ടായാലും നമുക്ക് ഇതേ തിയറം തന്നെ പ്രൂഫ് ചെയ്യാനായിട്ട് പറ്റും. അതെ, മിനിമം വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു ലൈൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വെച്ച്, ഇപ്പോൾ ടെക്സ്റ്റിൽ മാക്സിമം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ പഠിച്ചു വെച്ചാലും മതി. ഇത്ര വരെ പ്രൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ എവിടെയാണോ ലോക്കൽ എക്സ്ട്രീമാസ് മാക്സിമമോ മിനിമമോ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെയൊക്കെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ അത് ആ പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ക്ലൂ ആണ്. ഓക്കെ, പഠിച്ചു വെക്കുക. ഇനി അതൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതും കൂടി പഠിച്ചു വെക്കുക. An interior point of the domain of a function f where f dash is 0 or undefined is a critical point of f. Very very important. എന്താണ് critical point? ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാവുന്നതാണ്. An interior point of the domain of a function f where f dash is 0 or undefined is a critical point. Critical point എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, എവിടെയൊക്കെയാണോ എഫ് ഡാഷ് 0 ആകുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്നത് ആ രണ്ട് ടൈപ്പ് പോയിന്റ്സിനെയും ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ, എവിടെയൊക്കെയാണോ ഫംഗ്ഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്നത് ഓർ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആകുന്നത്, ആ രണ്ട് ടൈപ്പ് പോയിന്റ്സിനെയും നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ക്രിട്ടിക്കൽ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലുമാണ് ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലുമാണ് ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, an interior point of the domain of the function f where f dash is 0 or undefined. സോറി, എഫ് അൺഡിഫൈൻഡ് അല്ല കേട്ടോ, എഫ് ഡാഷ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ് ആണ്. എഫ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ് അല്ല, എഫ് ഡാഷ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ് ആണ് കേട്ടോ. എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റോ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റോ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റോ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയാണ് ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ എഫ് ഡാഷ് 0 ആകുന്ന പോയിന്റോ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ലോക്കൽ എക്സ്ട്രീമാസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് എവിടെയൊക്കെയാ? എൻഡ് പോയിന്റിലും ക്രിട്ടിക്കൽ പോയിന്റിലുമാണ്. മറക്കരുത്, പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ.